കേരള യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റത്തിൽ പഠിച്ച് മാർക്ക് എൻട്രി ചെയ്യുന്നവർ പാർട്ട് 1ൻ്റെ മാർക്ക് ആദ്യം എൻട്രി ചെയ്യുക. അതിൽ നിങ്ങൾക്ക് അവാർഡ് ചെയ്തിട്ടുള്ള CGPA എഴുതുക. അതിനുള്ള ടോട്ടൽ ക്രെഡിറ്റ്സ് ലാസ്റ്റ് കോളത്തിൽ എൻട്രി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള പാർട്ട് 2 സെലക്ട് ചെയ്യുക. ആ സബ്ജക്റ്റിന് കിട്ടിയിട്ടുള്ള കറസ്പോണ്ടിങ് CGPAയും അതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ്സും എൻട്രി ചെയ്യുക. ഇനി പാർട്ട് 3യിലേക്ക് വരുമ്പോൾ ആദ്യം നിങ്ങളുടെ കോർ സബ്ജക്റ്റ് എൻട്രി ചെയ്യാനുണ്ട്. അവിടെയും സെലക്ഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കോംപ്ലിമെൻ്ററി സബ്ജക്ട്സ് താഴെ 2 തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണമേ ഉള്ളൂവെങ്കിൽ ഒരെണ്ണം ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ മതി. ആ തന്നിട്ടുള്ളതിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എൻട്രി ചെയ്യുക. ഇതിന് തൊട്ട് താഴെയായിട്ടാണ് ടോട്ടൽ CGPA-S ഓർ CCPA-S വരുന്നത്. അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. CGPA-S ഓർ CCPA-S എഴുതുക. അതിൻ്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് വേണം എൻട്രി ചെയ്യാനായിട്ട്. മാറിപ്പോകരുത്. നിങ്ങൾക്ക് CGPA-യോ അല്ലെങ്കിൽ CCPA-യോ അല്ല അവിടെ എൻട്രി ചെയ്യേണ്ടത്, S ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക.